ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഈ ഉരുളി പിന്നെ ഈ പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, വിളക്ക്, അപ്പോൾ ഇതൊക്കെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. പ്രത്യേകിച്ചും ഈ പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഈ എണ്ണയൊക്കെ ആയി, എണ്ണമെഴുക്കായി, കരിയായി, ആ തിരിയുടെ അതെല്ലാമായി എണ്ണ ഒറ്റി വീണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഈ ഒട്ടലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ ഇന്ന് ഈ വിളക്ക്, പൂജാ സാധനങ്ങൾ ഇതൊക്കെ കഴുകാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു ടിപ്പായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ എന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വിളക്കാണ് ഞാൻ നിങ്ങൾക്ക് കഴുകി കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകാതെ അങ്ങനെ എടുത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നന്നായിട്ട് കാണാൻ പറ്റുക കരിയും എണ്ണമെഴുക്കും, പിന്നെ ആ താഴെയൊക്കെ എണ്ണ ഒറ്റി വീണതിൻ്റെ ആ എണ്ണമയവും ഒട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിളക്ക് നമുക്ക് എങ്ങനെയാണ് കഴുകി ക്ലീനാക്കി എടുക്കാൻ നോക്കാം. കുറച്ചൊരു കുണ്ടുള്ള പാത്രത്തിൽ ഞാൻ ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഇത്ര അളവൊന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ഈ കൂട്ടാനൊക്കെ നമ്മൾ പുളി പിഴിയില്ലേ, അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ അതവിടെ പുളി പിഴിഞ്ഞത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഞാനിപ്പോൾ കല്ലുപ്പ്, ഇത് ഹിമാലയൻ റോക്ക് സോൾട്ട് എൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്തത് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ സാധാരണ പൊടിയുപ്പോ കല്ലുപ്പോ ഏത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത്രയും തന്നെ ഇല്ല, നമ്മൾ ആ വിളക്കും സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുങ്ങി കിടക്കണം, അത്ര അളവിന് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിൽ വിളക്ക് ഞാൻ ഇടുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാത്രങ്ങൾ, പൂജാ പാത്രങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പുളിയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതേ മുങ്ങാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഇതൊക്കെ ആവുന്ന മാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തൊടാതിരിക്കുക, നല്ല തിളച്ച വെള്ളമാണ്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട്, അതായത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇതിൽ ആ ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പച്ച കളറായ എണ്ണമെഴുക്കൊക്കെ ഇങ്ങനെ ഒറ്റി വീണത് ഉള്ളതൊക്കെ തനിയെ ഇങ്ങനെ ഇളകി വരുന്നത് കാണാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ആ എണ്ണമെഴുക്കും കരിയെല്ലാം ഒരുവിധം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മേലെ തന്നെ ഇങ്ങനെ ആ ഒരു പതയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ വിളക്ക് നന്നായിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരുവിധം ഇപ്പം തന്നെ നല്ല നിറം വന്നിട്ടുണ്ട്. ആ എണ്ണമെഴുക്കെല്ലാം പോയിട്ട് കരിയെല്ലാം പോയിട്ട് ഒരുവിധം നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കണം നമുക്ക്. അപ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിറ്റർജൻറ്റിൻ്റെ പൗഡറോ ഹാൻഡ് വാഷോ ഏതായാലും കുഴപ്പമില്ല, അത് എടുക്കുക. എന്നിട്ട് ഈ സ്റ്റീലിൻ്റെ നാര് തന്നെ വേണം. അപ്പം അതിൽ കുറച്ച് ലിക്വിഡ്, കഴുകാനുള്ള ലിക്വിഡ് എടുത്തിട്ട് എല്ലാ ഭാഗവും ഉരച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഹാർഡായിട്ട് അങ്ങനെ നല്ല അമർത്തി ഉരയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഉരച്ചാൽ തന്നെ ക്ലീൻ ആവും. കാരണം അത് പകുതി 95% ക്ലീനായി നമ്മൾ തിളപ്പിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഈ സ്റ്റീൽ സ്ക്രബ് കൊണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഉരച്ചതിന് ശേഷം അത്രയേ ഉള്ളൂ. ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വിളക്ക് ഇവിടെ നല്ല ക്ലീനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു കഴുകണേറ്റ് മുന്നേ, ഇപ്പോൾ എങ്ങനെ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അത്രയും കഷ്ടപ്പാടുള്ളൊരു പണിയില്ല, എല്ലാം കൂടി ഒരു 10-15 മിനിറ്റിൻ്റെ സമയം വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് സൈഡിൽ വേറൊരു സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക, ലാസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മ സബീനയും ചകിരിയൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകുന്നത്. ഇതിപ്പോൾ എത്ര എളുപ്പമായി പണി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.